ഇപ്പോഴത്തെ വൈകിട്ടത്തെ റൊട്ടീനൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വൈകിട്ട് നീലൂസ് വന്നതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി പറക്കി തൂത്തുവാരാനായിട്ട് പോകും. തൂത്തുവാരി കഴിഞ്ഞിട്ട് തുണി നനയ്ക്കാനായിട്ട് പോകും. ഇപ്പോൾ വൈകിട്ടാട്ടോ തുണി നനയ്ക്കുന്നത്. കാരണം വേറൊന്നുമല്ല, വൈകിട്ട് നീലൂസ് വരുമ്പോൾ യൂണിഫോം ഊരി കഴുകി ഇടണമല്ലോ. അപ്പോൾ 2 പ്രാവശ്യം നനയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വൈകിട്ട് നീലൂസ് വന്നതിന് ശേഷമാണ് കേട്ടോ നനയ്ക്കുന്നത്. അതുവരെ ഞാൻ വെറുതെ ഇരിക്കും. എന്ത് സുഖം. അങ്ങനെ തൂത്തൊക്കെ വാരിയിട്ട് തൂത്തുവാരുന്നത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വേണ്ടുന്ന സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും എല്ലാം തറയിൽ കാണും. അതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് അതിൽ നിന്ന് വേണ്ടുന്ന സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് വേണ്ടാത്ത പേപ്പറുകളും കവറുകളും ഒക്കെ ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിലിടണം. പിന്നെ ആ പൊടിയെല്ലാം കൂടെ വാരിയെടുത്ത് കളയണം. അങ്ങനെയാണ് നമ്മുടെ ക്ലീനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ തൂത്തുവാരി കഴിഞ്ഞാൽ മെയിനായിട്ടും തുണി നനയ്ക്കാനായിട്ട് പോകും കേട്ടോ. തുണി ആദ്യം സോപ്പുപൊടിയിൽ മുക്കി വെച്ചിട്ട് പിന്നെ അങ്ങ് ഒലച്ച് നനച്ചിടും. നമ്മുടെ വീട്ടിലിടുന്ന തുണികളൊക്കെ ജസ്റ്റ് മുക്കി വെച്ചിട്ട് നനച്ചും. പിന്നെ യൂണിഫോം ഒന്നും അങ്ങനെ നനയ്ക്കാനായിട്ട് പറ്റത്തില്ല. യൂണിഫോമിൽ നല്ല കറയൊക്കെ കാണും. കാരണം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അതിൽ വെള്ള ഷർട്ട് ആയതുകൊണ്ട് അതിലൊക്കെ ആവും കേട്ടോ. അതുകൊണ്ട് അത് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയാലേ അതൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ 2 യൂണിഫോം ഉണ്ട്. എന്നാലും എന്നും അങ്ങ് കഴുകിയിട്ടാലേ അത് പിന്നീട് അതൊരു ഇതാവരുതല്ലോ. അങ്ങനെ തുണിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ കളിയുടെ ഇടയ്ക്ക് എന്നോട് വന്ന് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവരോടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നീലൂട്ടൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ഒരാൾ. അങ്ങനെ അവരോടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, എങ്ങനെയൊക്കെയാണ് അവരുടെ പേരൻസ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരുടെയും വീഡിയോസ് ഒന്നും എടുക്കത്തില്ല. മെയിനായിട്ട് ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെയും വേറൊരാളുടെ, അതായത് പുറത്തുനിന്നുള്ള ഒരാളുടെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോസ്, എൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. പലർക്കും പല ക്യാരക്ടറും പേഴ്സണാലിറ്റി ഒക്കെ ആയിരിക്കുമല്ലോ. അവർക്ക് ഇനി താല്പര്യം കാണുമോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പോയി മേലെ കേട്ടോ. മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഇനി അടുക്കളയും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ അടുക്കളയും കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഓൾറെഡി കഴുകി എന്നിട്ട് സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് ഗ്യാസിൻ്റെ അവിടെ തുടച്ചിട്ട് 2 ദിവസമായിരുന്നു കേട്ടോ. ഗ്യാസ് തുടച്ചിട്ട് ചിലപ്പോൾ അങ്ങ് മെയിനായിട്ട് മടിയുണ്ട് ഞാനങ്ങ് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഗ്യാസെല്ലാം ഒന്ന് തുടച്ചതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നീലൂസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും കേട്ടോ. അവൻ ഇത് ഭയങ്കര ഇഷ്ടം. അവൻ്റെ ലേസ് ആണെന്ന് അവൻ പറയുന്നത്. ഇത് ഉഴുന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ട് ഉഴുന്ന് വെച്ചിട്ട് ലേസ് ഉണ്ടാക്കി തരാനായിട്ട് പറയും. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി നീലൂസിന് കുറച്ച് സോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടൊമാറ്റോ സോസ്. അങ്ങനെ അവനും അത് കഴിക്കുന്നു. ഞങ്ങൾ 3 പേരുടെ ചായയൊക്കെ ഇട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ കടി ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. മെനക്കെടാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നല്ല മൂടൊക്കെ ആയിരിക്കും. മെനക്കെടാൻ വയ്യാത്ത ദിവസങ്ങളിൽ, മടി പിടിക്കുന്ന ദിവസം ഞാൻ വൈകിട്ടൊന്നും എടുക്കാറില്ല. ചായ മാത്രം ഇട്ട് കുടിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.